കർത്താവിൽ ബഹുമാന്യരായ എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന പ്രഭാത ചിന്ത, കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ പുതിയ നിയമത്തിലെ ശുശ്രൂഷയുടെ 5 ഗണങ്ങളിൽ 5-ാമത്തെ ഗണത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ മേൽപ്പറയപ്പെട്ട 4 ഗണങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ്, ഇടയൻ, ഇങ്ങനെ ഈ 4 ഗണങ്ങളെക്കുറിച്ച് നമ്മൾ സവിസ്താരമായി പഠിക്കുവാനിടയായി. എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ അതിൻ്റെ അവസാനത്തെ ഭാഗമായ സുവിശേഷകൻ എന്ന പദത്തെ അപഗ്രഥിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സുവിശേഷകൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം? ഇതൊരു ഗ്രീക്ക് പദത്തിൽ നിന്നും വന്നതാണ്. സുവിശേഷകൻ, ഈ വാക്കിൻ്റെ അർത്ഥം നല്ല വാർത്ത അറിയിക്കുന്നവൻ എന്നാണ്. ഇവാഞ്ചലിസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. ഇവാഞ്ചലിസ്റ്റ് എന്ന പദം എവൻഗേലിയോലിസ്റ്റ് എന്ന ഒരു പദത്തിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. ഈ സുവിശേഷകൻ ആരാണ് എന്ന് ചോദിച്ചാൽ, സഭയ്ക്ക് ദൈവം ദാനമായി കൊടുത്ത ഒരു നല്ല വരദാനമാണ് ഈ സുവിശേഷകൻ എന്ന് പറയുന്നത്. സുവിശേഷകൻ ദൈവസഭയ്ക്ക് ഒരു ദാനവും മാത്രമല്ല, ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഉതകുവാൻ പര്യാപ്തമായ ഒരു വ്യക്തിയുമാണ് സുവിശേഷകൻ എന്ന് പറയുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ സുവിശേഷകൻ എന്ന് പറയുന്നൊരു പദം കാണുന്നത് ഫിലിപ്പോസിനെ കുറിച്ചാണ്. അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫിലിപ്പോസ് ഒരു സുവിശേഷകനായിരുന്നു. ആ ഫിലിപ്പോസാണ് എത്യോപ്യൻ ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നതും ഒക്കെ. ഇവിടെ സ്വാഭാവികമായി ഉരുത്തിരിയാവുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച്, ഏതെങ്കിലും ഒരു മെയിൻ ലൈൻ ഡിനോമിനേഷൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സുവിശേഷകനെ സംബന്ധിച്ച് സ്നാനപ്പെടുത്താനുള്ള ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. കാരണം പ്രസ്ഥാനം അവരുടെ കൂടെ 10 വർഷം സേവ ചെയ്ത് അദ്ദേഹം എലിജിബിളാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അതിനാണ് നമ്മൾ ഓർഡിനേഷൻ എന്നൊക്കെ പറയുന്നത്. ഓർഡിനേഷൻ ഇല്ല എങ്കിൽ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. ഈ ഓർഡിനേഷൻ എങ്ങനെ വന്നേ? ഓർഡിനേഷൻ വന്നത് പൗലോസിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ. അപ്പോൾ മൂപ്പന്മാർ കൈവച്ച് വേർതിരിച്ചെങ്കിൽ മാത്രമേ അവർ ഓർഡിനേഷൻ ആകുകയുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ആത്മീയ ലോകത്ത് വല്ലാതെ ഇങ്ങനെ പരക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ വാസ്തവം എന്താണ്? വേദപുസ്തകത്തിൽ ഒരുവനെ കൈവച്ച് പ്രാർത്ഥിച്ച് നിയോഗത്തിലേക്ക് കൊണ്ടുവരുന്നത് അവന് ദൈവസഭയുടെ ഏത് ശുശ്രൂഷകളും ചെയ്യാൻ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ഫിലിപ്പോസ് പിന്നീട് ഈ പൗലോസിനെയോ അല്ലെങ്കിൽ പത്രോസിനെയോ അന്ത്രയോസിനെയോ യാക്കോബിനെയോ ഒക്കെ വിളിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ അത് അവർ ചെയ്തില്ല. അവിടെ ഫിലിപ്പോസ് തന്നെ ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു.
ഇനി ഈ സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ തിമത്യോസിനോട് പൗലോസ് 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നീ സുവിശേഷകന്റെ വേല ചെയ്യുക എന്നാണ്. പക്ഷേ തിമത്യോസ് ഒരു ദൈവസഭയുടെ ശുശ്രൂഷകനായിരുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ ആകാൻ പറ്റും? ഒരിടയനാകാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതുപോലെ. അപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മളൊരു ഇടയനും സുവിശേഷകനും തമ്മിലുള്ള വ്യത്യാസം 1-2 പറയാം. ബാക്കി അതിൻ്റെ നാളത്തെ ഭാഗത്ത് ചിന്തിക്കാം. ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആടുകളെ മേയ്ക്കുകയാണ്. ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ആടുകളെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന ദൗത്യമാണ് ഒരു സുവിശേഷകൻ്റെ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും പൊതിയണം. സകല മാനമഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമേൻ.